എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. പൃഥ്വിരാജ് സിനിമയിലെ വളച്ചൊടിച്ച യാഥാർത്ഥ്യങ്ങൾ BJPക്കും കേന്ദ്രത്തിനും തന്നെ ഗുണമാകും എന്നാണ് അഖിൽ മാരാരിൻ്റെ അഭിപ്രായം. പലപ്പോഴും തൻ്റെ അഭിപ്രായങ്ങൾ തനതായ ശൈലിയിൽ ലളിതമായി സരസമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ എപ്പോഴും അഖിൽ മാരാർ ഒരു പടി മുമ്പിൽ തന്നെയാണ്. പറയാനുള്ളതെന്തും തുറന്നു പറയാറുമുണ്ട്, തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സംവിധാനത്തിലാണെങ്കിലും അതല്ലാതെയാണെങ്കിലും എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അഖിൽ മാരാരെ മാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നത്? ഇത് തന്നെയാണ്, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളുകളോട് എപ്പോഴും വിദ്യാസമ്പന്നരായിട്ടുള്ള പൊതുബോധമുള്ള ആളുകൾക്ക് അംഗീകാരവും പിന്തുണയും തന്നെ നൽകാൻ സാധിക്കും. അഖിലിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് വലിയ രൂപത്തിൽ അടിപറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ. ഹൈപ്പ് സൃഷ്ടിച്ച് അതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിങ്ങിൽ എന്തായിരുന്നാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയ ഒരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ട് എന്നതും സത്യം. മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരു പൊട്ടുന്നത് മീഡിയ മുക്കാലനും സുഡാപ്പികൾക്കുമായിരിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ടു കൂട്ടർക്കും എമ്പുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ്. അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി. ടിക്കറ്റ് എടുത്ത സംഖ്യകളെല്ലാം എന്തായാലും പടം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് സംഖ്യകൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു. സംഖ്യകൾ സിനിമയ്ക്ക് എതിരാകുന്നു. സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും BJP വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഖ്യകളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിനറിയാം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത്, അതോ BJPക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ? നരഭോജി നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രിയായി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നേട്ടം മാത്രം. അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ്. അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവച്ച് കൊന്ന ശേഷമാണ് എന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലല്ലോ, അത് കള്ളം പറഞ്ഞതല്ലേ എന്ന്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക. സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും. നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയത് ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ്. അതുകൊണ്ട് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമ ആയി ഭവിക്കും. ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഖ്യയാവും. എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ. ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുമ്പ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം. നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത്. ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ചു മനസ്സിലാക്കുക. ഇങ്ങനെയാണ് അഖിൽ മാരാരുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില മൃദുവികാരം
ഉൾക്കൊള്ളുന്ന ആളുകൾ എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ മതി. അവരിഷ്ടപ്പെടുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടണം, അവർ വെറുക്കുന്നവരെ എല്ലാവരും വെറുക്കണം. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഈ ദുർബല ഭക്തരായിട്ടുള്ള ആളുകളുടെ മനസ്സുകളിലുണ്ട്. കൃത്യമായി അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ അപ്പുറത്ത് നിന്ന് കുത്തി ഇപ്പുറത്തിറക്കാൻ ശ്രമിക്കുന്നത്. എമ്പുരാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നുസ്രത് ജഹാന് ചില വസ്തുതകൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. നമുക്കത് കേൾക്കാം. നമസ്കാരം. ഇന്ന് പറയാൻ വിചാരിച്ചേ, നമ്മൾ മോഹൻലാൽ എന്ന മഹാനടൻ നമ്മളെ കേരളത്തിന് മാത്രമല്ല ഗ്ലോബലി തന്നെ അദ്ദേഹം ഒരു മഹാനടൻ, അത്രയധികം സിനിമ അഭിനയിച്ച ഒരു മഹാനടനാണ് മോഹൻലാൽ എന്ന വ്യക്തി. അദ്ദേഹത്തിന് രാജ്യം കേണൽ പദവി കൊടുത്ത് ബഹുമാനിച്ചത് എന്തിനാണെന്ന് നമ്മൾ കണ്ടു. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അതുപോലെ ദുരന്ത മേഖലയിലൊക്കെ അദ്ദേഹം കേണൽ യൂണിഫോം ഇട്ട് തന്നെ അദ്ദേഹം ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പദവിയിലിരിക്കുന്ന ഒരാള് സിനിമ എന്ന് പറയുന്നത് ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളിപ്പോൾ പല സിനിമകൾ ആക്രമണങ്ങളുള്ളത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അതുപോലെയുള്ള സിനിമകൾ ഇറക്കാൻ പാടില്ല, സമൂഹത്തിന് യുവതലമുറക്ക് റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നത് നമ്മൾക്ക് ഇന്ന് കലാപം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ രാജ്യത്തിന്റെ നിയമത്തിനെയും രാജ്യത്തിന്റെ വ്യവസ്ഥകളെയൊക്കെ അപമാനിച്ച പോലെ പരിഹസിച്ച പോലെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരിക്കലും ലാലേട്ടനെ പോലത്തെ ഒരാൾ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കേണൽ പദവി അദ്ദേഹം റെസിഗ്നേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം ആ പദവി തിരിച്ചെടുക്കണം ശരിക്കും. അത് അല്ലെങ്കിൽ അത് ചെയ്യുന്ന തെറ്റാ. കാരണം ഒരു പദവിയിലിരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ക്രൈം പറയുന്നത് പല വിധത്തിലുണ്ട്. ഇത് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ്. മറ്റുള്ള കലാപം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പോലെ ഒരു കൂട്ടരെ മോശമാക്കി ഒരു കൂട്ടരെ നന്നാക്കിയും പറയുന്ന ആ ഹൈപ്പ് ടെററിസത്തിന് ശക്തി പകരാൻ കൊടുക്കുന്ന ഡ്രഗിനും മാഫിയകളും ഒക്കെ ഉള്ള ഒരു സിനിമന്റെ ഭാഗമായ മോഹൻലാൽ ചെയ്തത് മഹാപരാധമാണ് ഈ രാജ്യത്തോട്. അത് തിരിച്ചെടുക്കണമെന്ന് ഈ രാജ്യത്തോട് നമുക്ക് അപേക്ഷിക്കണം. അതുപോലെ ഈ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് മെസ്സേജുകൾ കൊടുക്കായിരുന്നു. ഇതിലേറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ സാത്താനെ ചെകുത്താനാണ് ദൈവത്തേക്കും മേലെ എന്നുള്ള ഒരു മെസ്സേജും കൂടി ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ ഡ്രഗും ഇതൊക്കെ ആയിട്ട് പോകുന്ന ഈ ലോകത്തിന് പറ്റിയൊരു സംഗതിയാണോ ഇവർ ഈ സിനിമയിൽ ചെയ്തത്? സിനിമ ഇവർ പറയാ സിനിമ ആയിട്ട് കാണണമെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള, അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമയും സിനിമ ആയിട്ട് കാണണം, ഒരു സിനിമയെ എതിർക്കാൻ പാടില്ല. അപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം ഇതിനെപ്പറ്റി മോശമായിട്ട് പറഞ്ഞോടാ. സിനിമ റിവ്യൂ എടുത്ത് നോക്കുക, എല്ലാവർക്കും തോന്നിയ ഒരേ അവസ്ഥ തന്നെയാണ്. എന്തിനെ പറ്റി പറയുമ്പോൾ ആരെ പറ്റി പറയുമ്പോൾ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിനിമ പോലത്തെ ഒരു മാധ്യമം ഇറങ്ങാൻ പാടില്ല. അത് വളരെ മോശമാണ്. ഇതിന് പൈസ കൊടുത്ത് സഹായിച്ചവരെയും നമ്മൾ ശരിക്കും ആരാന്ന് മനസ്സിലാക്കേണ്ട. ഇതിന്റെയൊക്കെ പിന്നിൽ പലതായിരിക്കും. നമ്മൾ കാണുന്ന പ്രൊഡ്യൂസർമാരോ മറ്റോ ആയിരിക്കില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഇത്രയും കോടികൾ ഫണ്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലാലേട്ടൻ സിനിമന്റെ സ്ക്രിപ്റ്റ് കേൾക്കാതെ അഭിനയിച്ചു എന്ന് പറയുന്നത് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് കാലിബർ ഉള്ള ഒരു നടൻ, പക്വമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തി. നമ്മൾ ബിഗ് ബോസിലൊക്കെ അദ്ദേഹത്തെ കണ്ടതാണ്. പല അഭിപ്രായങ്ങളും സമീപനങ്ങളും പക്വമായി മുഖം നോക്കാതെ എടുക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇത്രയും സിനിമാ ലോകത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഒരാളും യോജിക്കില്ല. ഗിഫ്റ്റ് എത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് കാണാൻ പോലും ഒരിക്കലും അദ്ദേഹം അവസരം കൊടുക്കാറില്ല പുതിയ ന്യൂ കമേഴ്സിനൊന്നും. അപ്പോൾ ഇവരെല്ലാം കൂടി ചെയ്ത ഒരു ഇതിൽ എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യനാണ്. ന്യായീകരിക്കാം ആക്കാം, പക്ഷെ രാജ്യം തന്നെയാണ്. സ്വന്തം രാജ്യത്തിനോടുള്ള കടപ്പാടും ദേശസ്നേഹവും നിലനിർത്തണം ആരായാലും. അതിന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കരുത്. നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല ഏറ്റവും അധികം മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റുന്ന മാധ്യമ സിനിമ എന്ന മാധ്യമത്തിലൂടെ നമ്മൾക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങണം ഓരോ വലിയ പ്രൊഡ്യൂസർമാർ ഇതുപോലത്തെ നടന്മാരും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേണൽ പദവി ലാലേട്ടൻ റിസൈൻ ചെയ്ത് ജനങ്ങളോട് രാജ്യത്തോട് മാപ്പ് വയ്ക്കണം. അല്ലെങ്കിൽ ഈ രാജ്യം ആ ബഹുമതി തിരിച്ചെടുക്കണം. കാരണം രാജ്യദ്രോഹികളായിട്ട് ഭരിക്കുന്ന സർക്കാരിനെയും അതിന്റെ വ്യവസ്ഥകളെയും കാണിച്ചൊരു സിനിമയാണിത്. നന്ദി, നമസ്കാരം. അതായത് രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിൽ സ്വാധീനമുണ്ടാക്കുന്ന ഒരു സിനിമയെ അവതരിപ്പിക്കേണ്ടത്. നമ്മളൊക്കെ ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത്. രാജ്യത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന ബോധം നമുക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷെ എല്ലാവർക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരം സമീപനങ്ങൾ കാണുമ്പോൾ രാഷ്ട്രീയത്തെക്കാൾ വലുതായിട്ടാണോ കാണുന്നത്, അതോ രാഷ്ട്രീയത്തെക്കാൾ വലുതാണോ രാഷ്ട്രം എന്ന് ചിന്തിച്ചു പോകുന്നതാണ്. നന്ദി.